അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബഹുമാന്യരായ സഹോദരിമാരെ, സഹോദരന്മാരെ, നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ഓരോ ആഴങ്ങളിലേക്ക് പോകുമ്പോഴും ഒരുപാട് പാഠങ്ങൾ മനുഷ്യനതിൽ പഠിക്കാനുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണല്ലോ നിസ്കാരം. അപ്പോൾ ഫിഖ്ഹിൻ്റെ അതിനെക്കുറിച്ച് പറയുന്ന കർമ്മശാസ്ത്രമാണ്, കർമ്മങ്ങളിൽപ്പെട്ടതാണ്, ഏറ്റവും പ്രധാനമാണ്. അതിലെ ഇബാദാത്തുകളുടെ ഫിഖ്ഹിൽപ്പെട്ടതാണ്. ഇബാദാത്തിൽ തന്നെ നമസ്കാരം, പിന്നെ ത്വഹാറാത്ത്, അതിൽ ആദ്യം നമ്മൾ ശുദ്ധിയാകുന്നതിനെ കുറിച്ച് പഠിക്കും. ബാങ്ക്, ഇഖാമത്ത്, ഫർളായ നിസ്കാരം, സുന്നത്തായ നിസ്കാരങ്ങൾ, ഇങ്ങനെ കുറേ ചർച്ചകൾ വരുന്ന ഒരു വലിയ ഭാഗമാണിത്. നമ്മൾ പലപ്പോഴും അശ്രദ്ധമായി പോകും. എന്നും ചെയ്യണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ വില ഉണ്ടാവില്ല എന്നർത്ഥം. പക്ഷെ അതിനൊന്ന് ഗൗരവത്തോടെ ആലോചിക്കുകയും പുനർവിചിന്തനവും ചെയ്യാൻ പറ്റുന്നൊരു കാലത്താണല്ലോ നമ്മളുള്ളത്. ഇപ്പോൾ ത്വഹാറാത്തുകൾ, തൊഹൂർ എന്ന് പറഞ്ഞാൽ ശുദ്ധിയാവുക എന്നുള്ളത്. മനുഷ്യന്മാരെ കുറിച്ച് ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ത്വാഹിറാണോ തൊഹൂറാണോ എന്ന് എൻ്റെ അടുത്ത് ഒരു സുഹൃത്തുപ്പെടുത്ത് ചോദിച്ചു. നമ്മൾ ത്വാഹിറായ ആൾക്കാരാണോ, നമ്മൾ തൊഹൂറായ ആൾക്കാരാണോ? ത്വാഹിർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ശുദ്ധിയുള്ളതാണ്. ഇപ്പോൾ പാല്, തേൻ, ഇതൊക്കെ സ്വയം ശുദ്ധിയുള്ളൊരു സാധനമാണ്. എന്നാൽ തൊഹൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ ശുദ്ധിയാക്കാൻ പറ്റുന്ന ഒരാൾ, വേറൊരാളെ നന്നാക്കാൻ പറ്റുന്ന ആൾ, വേറൊരാൾക്ക് ഗുണം ചെയ്യാൻ പറ്റുന്ന ഒരാൾ. നമുക്ക് മാത്രമല്ല ഉപകാരം, വേറെ ആൾക്കാർക്കും കൂടി ഉപകാരമാണ്. അപ്പോൾ ആ ചിന്തയിൽ നിന്നടക്കം തുടങ്ങുന്നൊരു സാധനമാണ്. അപ്പോൾ മാവും തൊഹൂറായിരിക്കണം എന്നാണല്ലോ ശുദ്ധിയാക്കുന്നൊരു സാധനം. അതിൽ ഇപ്പോൾ മണ്ണും കല്ലും ഒക്കെ ശുദ്ധിയാക്കുന്ന ഘട്ടങ്ങൾ വരുന്നുണ്ട്. നമ്മൾ കല്ലേറ്റ് ഇസ്തിഞ്ചായ് ചെയ്യുന്നുണ്ട്, മൂത്രം ഒഴിച്ചിട്ട് വൃത്തിയാക്കുന്നുണ്ട്. വെള്ളം കിട്ടാത്ത സമയത്ത് അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പാടില്ലാത്ത സമയത്ത് നമ്മൾ തയമ്മം ചെയ്യാം, അത് മണ്ണ് ഉപയോഗിച്ച് ചെയ്യാം. അതിന് പറ്റാത്ത സമയത്ത് മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ഏതൊക്കെ രീതിയിൽ തയമ്മം ചെയ്യണം. അപ്പോൾ തയമ്മം എന്നുള്ളത് നമ്മളൊരു പാഠമാണ്. ഉളു എന്നുള്ള ഒരു പാഠമാണ്. ഉളുവിൻ്റെ വെള്ളം ഏത് രീതിയിലാകണം എന്നുള്ളത് ഒരു പാഠമാണ്, ശുദ്ധിയാക്കുന്ന കാര്യം. കാരണം നമ്മളിപ്പോൾ ഒരു ഉളുവിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ തന്നെ ഏതൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും അതിൻ്റെ ഷർത്തുണ്ട്, ഫർളുണ്ട്, സുന്നത്തുണ്ട്. ഷർത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആ ഒരു കർമ്മത്തിൽ പെട്ടതാവില്ല, പക്ഷേ ആ കർമ്മം ശരിയാവാൻ വേണ്ടിയിട്ട് നിർബന്ധമായ കാര്യങ്ങളിൽ പെട്ടതായിരിക്കും. അതിനാണ് കണ്ടീഷൻസ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഉളു എടുക്കുകയാണെങ്കിൽ വെള്ളം ശുദ്ധിയാവണം, നല്ല ശുദ്ധിയുള്ള വെള്ളമാവണം, നജസിൽ നീക്കാൻ പറ്റുന്നതാകണം, തൊഹൂറായ വെള്ളമാവണം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പറയുന്ന ഒരു കാര്യങ്ങൾ പറയും. അതേപോലെ തന്നെ ശരീരത്തിൽ മറ്റു സാധനങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. നജസിനെ നീക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും, നജസിനെ നീക്കാത്ത മറ്റു കാര്യങ്ങളൊന്നും, ഇപ്പം മെഴുക്ക്, അതുപോലെ തന്നെ പശ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊന്നും ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് അതിനാണ് ഷർത്ത് എന്ന് പറയുക. അപ്പോൾ നിസ്കാരത്തിൽ സമയമാവുക എന്നുള്ള നിസ്കാരത്തിന് ഷർത്ത് പെട്ടതാണ്, നിസ്കാരത്തിൽ പെട്ടതല്ല. അപ്പോൾ അതിന് ഷർത്ത് ഉണ്ടാവും, ഫറലുണ്ടാവും. ഫറൽ എന്ന് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം, നിർബന്ധമായിട്ട് അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമുണ്ടല്ലോ. എന്തായാലും നമ്മൾ ചെയ്യാൻ നിർബന്ധമായ കാര്യങ്ങളുണ്ടാവും. അപ്പം ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, എന്തൊക്കെയാണ് നിർബന്ധമുള്ളത്. അപ്പോൾ നമ്മൾ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നമ്മൾ ഒളു കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് അധികം സമയമില്ല. അപ്പോൾ പക്ഷേ എന്തായാലും നിർബന്ധമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ആ നിർബന്ധമായ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ സുന്നത്തായതിൻ്റെ പൂർത്തീകരണത്തിന് നമുക്കതിൻ്റെ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യൽ ആവശ്യമാണ്. പൂർത്തീകരണം ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കൽ ആവശ്യമാണ്. ഫഗ്സിലു വജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ് ഇദാ ഖുംതും ഇലസ് സ്വലാത്തി ഫഗ്സിലു വജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹു വജൂഹക്കും വംസഹു ബിറുഊസിക്കും എന്ന് പറഞ്ഞ് വിശുദ്ധമായ ഖുർആനിൽ ഉളൂവിൻ്റെ കൃത്യമായ രൂപങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആയത്തിൽ അതിൽ നിർബന്ധമായിട്ട് മുഖം കഴുകണം, അതേപോലെ തന്നെ 2 കൈമുട്ടോടുകൂടെ കഴുകണം, തല തടവണം, 2 കാലും കഴുകണം, കാലിൻ്റെയും നെരിയാണിയുടെ താഴെയുള്ള നെരിയാണി അടക്കമുള്ള ഭാഗങ്ങൾ കഴുകണം. അപ്പോൾ ഇതാണ് ഉളുവിൻ്റെ ഫർളായിട്ട് വരുന്നത്. പിന്നെ ആ ഉളുവിൻ്റെ പൂർത്തീകരണത്തിനുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ എങ്ങനെയാണ് ഒരു പൂർണ്ണമായ ഉളു ഉണ്ടാവുക. നമ്മളതിനു വേണ്ടി തയ്യാറായിട്ട് അതിനുവേണ്ടി ഒരു ഉയർന്ന സ്ഥലത്തിരുന്ന് വെള്ളം എടുത്ത് വെച്ചു, പരമാവധി സ്വന്തം തന്നെ ഉളു എടുത്ത്, നമ്മൾ വേറെ അധികമാരെയും ആശ്രയിക്കാതെ നമ്മൾ സ്വന്തം തന്നെ ഉളു എടുത്ത് നമ്മൾ ഖിബിലക്ക് മുന്നിട്ടിരുന്ന് നമ്മൾ അതുപോലെ തന്നെ ഔറത്ത് മറിച്ച് ഒരു ഇബാദത്താണ് ചെയ്യുന്നത് എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ വളരെ തിരക്കിട്ടും കാര്യവും ചെയ്യാതെ എങ്ങനെയെങ്കിലും എക്സ്ക്യൂസ് നോക്കാതെ അതൊരു ശുദ്ധീകരണമാണ്. കാരണം ഇപ്പോൾ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട്, തത്ഹീർ എന്ന് പറഞ്ഞാൽ അത് കേവലമായ അവയവങ്ങൾ കഴുകല്ല. പല ആൾക്കാരും ആ ഒരു വസ്വാസിൽ തന്നെ അങ്ങനെ നിന്ന് പോകും. പലപ്പോഴും പല ആൾക്കാരെയും വെള്ളം ശുദ്ധിയായോ തട്ടിയോ ഒരു ഉളു തന്നെ കുറേ നേരം ഉളുവിനും കുളിക്കൊക്കെ വേണ്ടിയിട്ട് കുറേ നേരം ചിലവാക്കുന്നുണ്ട്.
മഹാന്മാരായ ആളുകളൊന്നും അത്തരം ആ ഒരു വസ്വാസിൽ പെടാതെ പോയിരുന്നു. ഉളു എന്നുള്ളത് അവർക്ക് ഏറ്റവും വലിയ ഇബാദത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ്. അപ്പോൾ മാത്രമല്ല ആ ഉളു എന്നതിനപ്പുറം അതിനൊരുപാട് മർത്തബകളുണ്ട്. ഇപ്പോൾ ഉളുവിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ആ മഹത്വങ്ങൾ കൂടി ഉൾക്കൊണ്ടിട്ടാണ് അവർ ഉളുവിന് ചെയ്തിരുന്നത്. ഉളുവിൻ്റെ മഹത്വം എന്താണ് എന്നും ഉളുവിനെ ഏതൊക്കെ തരത്തിലാണ് ഉളുവിനെ ഉൾക്കൊള്ളേണ്ടതെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തവല്ല ഫഹ്സനൽ ഉളുവ വസല്ല റകഅത്തൈനി, ആരെങ്കിലും ഒരു ഉളു എടുത്താൽ എന്നിട്ട് ഉളുവിനെ ഹിസാൻ മനോഹരമാക്കി എന്നിട്ട് ആ ഉളു ഉപയോഗിച്ചോട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. ഉളു എടുത്താൽ ഉളുവിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്, അത് നിസ്കരിച്ചാൽ അയാൾ അതിൻ്റെ ഇടയിൽ ദുന്യാവിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊന്നും വേറെ ഒന്നുമില്ല. ഉളു എടുത്ത് വേഗം പോയി നിസ്കരിച്ചാൽ ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദത്ത് ഉമ്മുഹു എന്നാണ്. ഉമ്മ പ്രസവിച്ച പോലെ അയാൾ പാപസുരക്ഷിതനാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അലാ ഉനബ്ബിഉകും ബിമാ യകഫിറുല്ലാഹു ബിഹിൽ ഖതായ വയർഫഉ ബിഹി ദറജാത്ത്, നിങ്ങൾക്ക് ഒരാളുടെ പദവികൾ ഉയരുകയും തെറ്റുകൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്ന അള്ളാഹു തെറ്റുകൾ പുറത്തു കൊടുക്കും, അയാളുടെ പദവികൾ ഉയർത്തി കൊടുക്കും. അങ്ങനത്തെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് ഇസ്ബാഗുൽ ഉളൂഇ അലൽ മക്കാരിഹി വനഖലുൽ അഖ്ദാമി ഇലൽ മസാജിദി വൻതിലാറു സലാത്തി ബഅദ സലാത്തി ഫദാലിക റുബാത്ത്. ഒന്ന് എത്ര പ്രയാസമുള്ള സമയത്ത്, മക്കാരിഹ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുപ്പിടിച്ച സമയങ്ങൾ, ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ, നമുക്ക് ആശ്വാസകരമല്ലാത്ത സമയത്ത് പോലും ഇപ്പോൾ നല്ല തണുപ്പിന് എണീറ്റിട്ട് അല്ലെങ്കിൽ അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പം ചില എക്സ്ക്യൂസുകളൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. ഹുഫൊക്കെ പകരം സോക്സുമ തടഞ്ഞാൽ മതി എന്ന് പറയും. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ അത് ശരിയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അത് പിൻപറ്റുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഷൂ അയച്ചിട്ട് കെട്ടിപ്പൊട്ടിക്കുന്ന ഒരു ഷൂ ആണ് ഹുഫ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാത്തൊരു പ്രശ്നമുണ്ട്. പക്ഷേ നമ്മളതിലൊരു എക്സ്ക്യൂസ് തേടണം. ആ സോക്സ് നമ്മൾ ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ അയക്കലുണ്ട്. അപ്പോൾ ഉളു എന്ന് പറഞ്ഞാൽ ഇസ്ബാഹുൽ ഉളൂഇ അലൽ മക്കാരിഹി, ഇങ്ങനെ ആ ഒരു സമയത്ത് പോലും ഉളു കയറ്റി, ഇപ്പോൾ കൈ മുട്ടോട് കൂടി മാത്രം കഴുകുന്ന മുട്ടിൻ്റെ മേലിൽ നിന്ന് കുറച്ച് കയറ്റി കഴുകി, ഞെരിയാണിൻ്റെ മേലക്കൊന്ന് കയറ്റി കഴുകി, മുഖമൊന്ന് വിശാലമായി കഴുകി, അമിത വ്യയത്തിനല്ല. അപ്പം ഉളു ശരിക്കും ചെയ്ത് പള്ളിയിലേക്ക് നടന്നുപോയി നഖലുൽ അഖ്ദാമിൽ മസാജിദ്, സൗകര്യം ഓരോരുത്തർ സൗകര്യം ചെയ്ത് ചിലപ്പം 5-10 കിലോമീറ്ററൊക്കെ പള്ളിക്ക് പോകേണ്ട ആൾക്കാരുണ്ടാവും, അവർക്കൊന്നും ഇപ്പോൾ നടന്നാൽ എത്തൂല. അപ്പോൾ അതിൻ്റെ ആ നഖലുൽ അഖ്ദാം എന്നുള്ള അതിനനുസരിച്ചാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. വൻതിലാറു സ്വലാത്തി ബഅദ സ്വലാത്തി, ഒരു നിസ്കാരം കഴിഞ്ഞ് പഠിച്ചാൽ ഞാൻ അടുത്ത നിസ്കാരം വരാണ്ടല്ലോ എന്നുള്ള ഒരു കാത്തിരിപ്പ്, അതൊരു ദീനിന് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ട് നിൽക്കുന്ന വലിയ ആളുകളുടെ റബാത്ത് എന്ന് പറയുന്ന വലിയ മഹത്വമാണ് അവർക്കുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 പ്രാവശ്യം വാക്ക് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരിക്കൽ ഉളു എടുത്തിട്ട് പറഞ്ഞു, ആദാ ഉളു ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത ഇല്ലാ ബിഹി, നിസ്കാരം ഉളു കൊണ്ടല്ലാതെ സ്വീകരിക്കൂല. എന്നിട്ട് ഓരോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു കൊടുത്തു. ഉളുൽ അംബിയാഇ മിൻ ഖബലി ഉളുൽ ഖലീൽ റഹ്മാൻ അലൈഹി ഇസ്ലാം, സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാം, എൻ്റെയും എൻ്റെ മുൻഗാമികളായ പ്രവാചകന്മാരുടെയും പ്രത്യേകിച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞു അവരൊക്കെ എങ്ങനെയാണെന്ന് ഉളു എടുത്തുള്ളത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. മൻ ദക്കറല്ലാഹ ഇൻദ ഉളൂഇഹി തഖറല്ലാഹു ജസദഹു കുല്ലഹു വമൻ ലം യദ്കുരില്ലാഹ ലം യുത്ഖർ മിൻഹു ഇല്ലാ മാ അസാബൽ മാ. വേറെ ഹദീസിലുണ്ട്, ഒരാൾ ഉളു എടുക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്താൽ അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവനും വൃത്തിയാക്കും, ശുദ്ധിയാക്കും. അല്ലെങ്കിൽ നമ്മൾ ആ വെള്ളം തട്ടിയ സാഗ മാത്രമേ ശുദ്ധിയാകുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. വേറെ ഹദീസിലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തവല്ല അലാ തുഹരിൻ കതബല്ലാഹു ലഹു ബിഹി അശ്റാസനാത്ത്. ഒരാൾക്ക് ഒളുണ്ട്, നമ്മളെപ്പോഴും പുതുക്കാൻ കഴിയില്ല, ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒളു ദായിമുൽ ഒളു എന്ന് പറഞ്ഞാൽ വലിയൊരു കൂലിയുടെ സംഗതിയാണ്. എപ്പോഴും ഒളു കൊണ്ടെടുക്കുക സൗകര്യമാണ്, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ ഒരു പ്രസൻസ് ഓഫ് മൈൻഡിലേക്ക് മനുഷ്യനെ കൊണ്ടുവരാനാണ് ഇബാദത്തുകൾ, നോമ്പും ഒക്കെ നമ്മൾ പ്രേരിപ്പിക്കുന്നത്. എങ്ങനെയാണ് നമുക്കൊന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറ്റുക, അള്ളാഹുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് തഖ്വ അനുഭവിച്ച് ജീവിക്കാൻ പറ്റുക, എപ്പോഴും ഒരു ഓർമ്മയിൽ, ഒരു ദിക്റിൽ, ഒരു റിമെമ്പറൻസ് നമുക്ക് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക. അപ്പോൾ അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒളു എന്ന്. അപ്പോൾ നമ്മളതിൽ ഇങ്ങനെ ഒളു ഉണ്ടോ, അപ്പോൾ നമ്മളൊന്ന് മൂത്രമൊഴിച്ചാൽ ഒളു കൊടുക്കും. പള്ളി കണ്ടാൽ നമ്മൾ ആൾക്കാർ ഇപ്പോൾ സാധാരണ ചോദിക്കുക, എവിടെ പള്ളി ഉണ്ടോ, എവിടെ പള്ളിയുള്ളത്, എന്തിനാ ഒന്ന് മൂത്രമൊഴിക്കാനെന്ന്. അതൊരു ഹുർമത്തില്ലാത്തൊരു ചോദ്യമാണ്. നേരെ മറിച്ച് ഒന്ന് ഒളു കൊടുക്കാനെന്ന് പറഞ്ഞാൽ ഒളുവിൻ്റെ മുമ്പുള്ള, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോഴും പറയും, ഒളുവിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിന് മുമ്പ് മൂത്രമൊഴിക്കുന്നതിനെ കുറിച്ച് പറയും, ശുദ്ധിയാക്കുന്നതിനെ കുറിച്ച് പറയും. അപ്പം മൂത്രമൊഴിച്ചിട്ട് പിന്നെ ഒളുടുക്കുക എന്നുള്ളത് ഒരു കർമ്മമാവുകയും അതിന് മുമ്പ് ചെയ്യേണ്ട, അതിൻ്റെ മുക്കമ്മില്ലാത്ത, അതിനെ പൂർത്തീകരിക്കുന്ന മുമ്പ് ചെയ്യേണ്ട കാര്യമാണ്. ഇനി പെട്ടെന്ന് ഒളു മുറിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മൂത്രമൊഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒളു എടുക്കുക എന്നുള്ള. അപ്പോൾ ഒളു എടുക്കുക എന്നുള്ളത് നമ്മളൊരു ഇതുണ്ടാവും, ദായിമുൽ ഒളു, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ദവാമുൽ ഒളു ഒരാളുടെ അടുത്ത് എന്നും ഒളു ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കുളിക്കുക, ഒന്ന് ഒളു എടുത്തുകൊണ്ട് വന്നാൽ എപ്പോഴാണ് ഒളു മുറിഞ്ഞ് അപ്പണ്ട് ഒളു എടുത്താൽ ഇപ്പോൾ നമുക്ക് പള്ളിക്ക് വേഗം നിസ്കരിക്കാം. ഒരു ഒളു എടുത്തിട്ട് അതിനായിട്ടൊരു ഫർള് നിസ്കരിച്ചാൽ ആ ഒളു പിന്നെ നമുക്ക് പുതുക്കാം. അപ്പം ഒളു പുതുക്കുക, ഒരു ഫർള് നിസ്കാരത്തിൻ്റെ ഒളു ഉണ്ട്, അടുത്ത നിസ്കാരത്തിന് സൗകര്യപ്പെടുകയാണെങ്കിൽ പരമാവധി ഒളു പുതുക്കി ചെയ്യാം. അപ്പം
സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് ഒളു ഉണ്ട്, ഒരു നിസ്കരിച്ചാൽ പിന്നീട് അയാൾ ഒളു പുതുക്കുകയാണെങ്കിൽ കതബല്ലാഹു ലഹു ബി അശ്രി ഹസനാത്തിൻ, അയാൾക്ക് 10 ഹസനത്ത് അള്ളാഹു അശ്രി ഹസനാത്ത് എഴുതി അയാൾക്ക് അള്ളാഹു വിധിക്കുന്നതാണ്. അൽ ഉലു അൽ ഉലു ഇ നൂറുൻ അലാ നൂർ, ഉലുണ്ടായിട്ട് പുതുക്കുക എന്ന് പറഞ്ഞത് നൂറുൻ അലാ നൂർ, പ്രഭയുടെ മേൽ പ്രഭയാണ്, ദിവ്യപ്രകാശത്തിൻ്റെ മേൽ ദിവ്യപ്രകാശമാണ് എന്ന് പറയുന്നുണ്ട്. ഇദാ തവല്ലാ അൽ അബ്ദുൽ മുസ്ലിം ഫതമൽമല ഖറജത്തിൽ ഖതായ മിൻ ഫീഹി, ഒരു ഉലുവിൻ്റെ ആ ശുദ്ധീകരണ പ്രക്രിയയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഒരാൾ ഉലു എടുത്താൽ അയാൾ മൽമലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇതാണ്, അത് വായിൽ വെള്ളം കൊപ്പിളിക്കലും അതുപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റിയിട്ട് ഇസ്തിൻസാർ എന്ന് പറയും, നമ്മൾ കയറ്റിയിട്ട് പുറത്തിറക്കുക. അപ്പോൾ വായും മൂക്കും പ്രത്യേകമായി വൃത്തിയാക്കുന്നതിന് വേണം. അപ്പോൾ നബി തങ്ങളുടെ മനോഹരമായ ഒരു ഹദീസിൽപ്പെട്ടതാണ്, അയാളുടെ വായിൽ നിന്ന് പാപങ്ങൾ പുറത്തു കിടക്കും, അയാളുടെ മൂക്കിൽ നിന്ന് ഖറജത്തിൽ ഖതായ മിൻ അൻഫിഹി, മൂക്കിൽ നിന്ന് പാപങ്ങൾ പുറത്തു കിടക്കും, മുഖം കഴുകിയാൽ ഖറജത്തിൽ ഖതായ മിൻ വജ്ഹി, മുഖത്തിൽ നിന്ന് അയാളുടെ പാപങ്ങളൊക്കെ പുറത്തു പോകും. ഹത്താ തഖ്റുജ മിൻ തഹ്തി അഷ്ഫാരി ഐനൈഹി, കണ്ണിൻ്റെ ആ ഉള്ളിൽ നിന്നടക്കം. ഫൈദാ ഖസല യദൈഹി ഖറജത്തിൽ ഖതായ മിൻ യദൈഹി, അപ്പം നഖത്തിൻ്റെ ഉള്ളിൽ നിന്നടക്കം എന്ന് പ്രത്യേകമായി പറയുന്നുണ്ട്, തലയിൽ നിന്ന്. അങ്ങനെ ഓരോ കാര്യങ്ങളും എന്ന് പറഞ്ഞിട്ട് സുമ്മക്കാന മഷ്യുഹു ഇലൽ മസ്ജിദി വസലാത്തുഹു നാഫിലത്തുല്ലഹു, അപ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണെന്ന് പറഞ്ഞു. ഇന്ന ത്വാഹിറ കസ്വായിമി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ശുദ്ധീകരിക്കുന്ന ഒരാൾ സ്വായിമിനെ പോലെയാണ്. മൻ തവല്ലാ ഫഹസനൽ വുളുഅ സുമ്മ റഫഅ തർഫഹു ഇല സമായി ഫഖാല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്ത് തമാനിയ യദ്ഖുലു മിൻ അയ്യിഹാ ഷാ. ഒരാൾ നല്ല ഉഷാറായിട്ട് വുളു എടുത്താൽ അതൊരു ബോധത്തോടു കൂടി, അതിൻ്റെ ഹുസ്ന് അഹ്സനൽ വുളുഅ എന്ന് പറയുന്നത് വുളുഇനെ മനോഹരമാക്കി. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്ന് നിരന്തരമായിട്ട് ഖുർആനിൽ പലയിടത്തും കാണാം. അള്ളാഹുവിന് മുഹ്സിനീങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇഹ്സാൻ എന്താണ് അത്? അൻതഅബ്ദുല്ലാഹ കഅന്നക തറൗ ഫഇൻ ലം തകുൻ തറൗ ഫഇന്നഹു യറാക എന്ന ഇഹ്സാനിന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുക്കുന്നുണ്ട്. അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട് എന്നുള്ള പോലെ ഇബാദത്ത് ചെയ്യുക, നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നുള്ള പോലെ ഇബാദത്ത് ചെയ്യുക, നിങ്ങൾ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട്, അത് തഖ്വയാണ്. അപ്പോൾ അതൊരു രഹസ്യമായ ഇബാദത്താണ്, പടച്ചോൻക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന ഒരു മനോഹരമായ ഒരു ആരാധനയാണ്. അപ്പോൾ ഒരു ഒളു എടുത്ത് കഴിയുമ്പോൾ മനുഷ്യൻ ഒരുപാട് തരത്തിലുള്ള ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഇഹ്സാനുൽ ഉളു ഉണ്ടെങ്കിൽ, ഉളുവിനെ ഇഹ്സാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ യദ്ഖുലു മിൻ അയ്യിഹാ ഷാ, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും അവന് വേണ്ടി തുറക്കപ്പെടും, ഏത് വാതിലൂടെയും കടക്കാന്ന് പറഞ്ഞത്. അപ്പോൾ അതൊരു ചില്ലറ ഉളു അല്ല. അത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നൽ ഉളു അസ്സാലിഹ യത്റഹു അൻക ശൈത്താൻ, നല്ല ഒരു സാലിഹായ ഉളു, ശരിക്കുള്ള ഒരു ഉളു എടുത്തിട്ടുണ്ടെങ്കിൽ ശൈത്താന് അതിൽ നിന്ന്, അതുകൊണ്ട് തന്നെ ശൈത്താനെ ഓടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഉളുവിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉളുവിൻ്റെ മഹത്വത്തിലേക്കാണ് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇവരിൽ ചൂണ്ടുന്നത്. അപ്പോൾ ഒരു ഉളു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് ശരീരം വൃത്തിയാക്കലാണ്, അതിൻ്റെ കയ്യും മുഖവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കലാണ്. അപ്പോൾ അവിടെ സ്റ്റക്കായി കിടക്കരുത്, പലരെയും അവിടെ സ്റ്റക്കാക്കി കിടക്കും. ഇതിൽ ശ്രദ്ധിക്കുന്ന ആൾ തന്നെ അത് ശരിയാവും നോക്കിയിട്ട് കുറേ നേരം ഉളു എടുക്കാനും കുളിക്കാനൊക്കെ കുറേ നേരം കളയും. മഹാന്മാരായ ആളുകൾ അത്ര നേരമൊന്നും ചിലപ്പം കളഞ്ഞിട്ടില്ല. എങ്ങനെ നിലത്ത് നിസ്കരിച്ചിട്ടുണ്ട്, അതിന് വിരിക്കാനും കാര്യങ്ങളും ഭയങ്കര നല്ല മുസല്ലുണ്ടോയെന്നൊന്നും നോക്കിയിട്ടില്ല. ചിലപ്പോൾ നിന്നോടത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ജൂലിയത്തുലി അല്ലർലു കുല്ലുഹ മസ്ജിദൻ വ തഹൂറ എന്നാണ്, ഭൂമി മുഴുവൻ എനിക്ക് നിസ്കരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെതായ ശ്രദ്ധ, ആ ബേസിക് ശ്രദ്ധ കഴിഞ്ഞാൽ അതിനപ്പുറമുള്ളത് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഉളൂഇൻ്റെ ഒന്നാമത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ലെവലാണ് ശരീരം വൃത്തിയാക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ലെവൽ ഇപ്പോൾ ഈ തൊട്ടുമുമ്പ് പറഞ്ഞ ഹദീസിൻ്റെ ഭാഗത്തു നിന്നാണ്. നമ്മൾ മുഖം കഴുകുമ്പോൾ, കൈ കഴുകുമ്പോൾ, തല തടയുമ്പോൾ, കൈകാലുകൾ കഴുകുമ്പോൾ നമ്മൾ ആ ഒരു ജവാരിഹിൽ നിന്നുള്ള, മനുഷ്യന് ഇങ്ങനെ ഒരു ടെൻഡൻസി സ്വാഭാവികമാണ്. മനുഷ്യന് തെറ്റുകൾ, മുൻകറാത്തുകൾ, ഫവായിഷുകൾ, ഇങ്ങനെ അനാവശ്യമായ ആസ്വാദനങ്ങൾ, പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഈ ഒരുപാട് കാര്യങ്ങളിലേക്ക് മനുഷ്യന്മാരിങ്ങനെ പോകും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ മനുഷ്യൻ തിരിച്ചു വരണം. സ്വാഭാവികമായ മനുഷ്യ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ നമ്മൾ എൻഗേജ്ഡ് ആവുന്ന മനുഷ്യ ജീവിതത്തിൽ നിന്ന് മനുഷ്യന്മാരിങ്ങനെ മാറി വരണം. ആ മാറി വരാവുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവാടമാണ്. അപ്പോൾ അയാളുടെ തത്ഹീറുൻ ജവാരിഹി, അവയവങ്ങളെ ശുദ്ധീകരിക്കലാണ് ഈ ഇത്തരം മിനൽ ആസാമി, തെറ്റുകളിൽ നിന്ന്, കുറ്റങ്ങളിൽ നിന്നൊക്കെ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ അതിലൂടെ നടക്കുന്നു. അതിന് മൂന്നാമത്തെ ഒരു ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ ശുദ്ധീകരിക്കലാണ്. ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ മലിനമായ ചിന്തകളിൽ നിന്ന്, മോശമായ സ്വഭാവങ്ങളിൽ നിന്ന്, അസൂയ, വെറുപ്പ്, വിദ്വേഷം, ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയയാണ്. ആ പ്രക്രിയയുടെ അടുത്ത ഘട്ടമാണ് അള്ളാഹു അല്ലാത്ത ചിന്തകളിൽ നിന്ന് മനുഷ്യന്മാർക്ക് മോചനം നേടാനുള്ള ഒരു സാഹചര്യമാണ് മനുഷ്യനെ ഒരുക്കി കൊടുക്കുന്ന തത്ഹീറുൽ ഖൽബി മിന ദിക്രി സിവല്ലാഹ്, അള്ളാഹു അല്ലാത്ത ചിന്തയിൽ നിന്ന് മനുഷ്യനെ ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ തജല്ലിയാത്ത്, ഇപ്പം ഇമാം ഗസാലി തങ്ങൾ തന്നെ
ഈ പേർഷ്യക്കാരും റോമക്കാരുമായ ആളുകളുടെ ഒരു മത്സരത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അവരോട് രാജാവ് ചിത്രം വരക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. ചിത്രം വരക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അവർ രണ്ടുപേർക്കും എന്നിട്ട് ഒരു റൂമിൻ്റെ നടുവിൽ ഒരു കർട്ടൻ ഇട്ട് 2 ഭാഗം കൊടുത്തു. അപ്പോൾ റോമക്കാരായ ആളുകൾ 2 നിശ്ചയ സമയം കൊടുത്തു. ആ സമയത്തൊക്കെ ഇങ്ങനെ ഇൻ്റർവെല്ലിനൊക്കെ പുറത്ത് വരുന്ന സമയത്ത്, വിശ്രമിക്കാൻ വേണ്ടി പുറത്ത് വരുന്ന സമയത്ത് അവരൊക്കെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ശരീരത്തിൽ ഒരു പെയിൻ്റ് അടിക്കുന്നതിൻ്റെ ഒക്കെ ഒരു ശരീരത്തിൽ പെയിൻറ്റിൻ്റെ അടയാളവും കാര്യങ്ങളും അതൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ചൈനക്കാരായ ആളുകൾ ഒന്നും പണിയൊന്നും എടുക്കാത്ത പോലെയാണ്. അവർ ഇങ്ങനെ ക്ഷീണിതരൊക്കെയാണ്, പക്ഷേ ശരീരത്തിൽ അങ്ങനെ പെയിൻ്റ് അടിച്ച് ചിത്രം വരക്കുന്നതിൻ്റെ അടയാളങ്ങളൊന്നും കാണാനില്ല. അങ്ങനെ സമയം കഴിഞ്ഞു രാജാവ് വന്നു. ആദ്യം റോമക്കാരെ നോക്കി മനോഹരമായൊരു ചിത്രം അവർ വരച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ചൈനക്കാരുടെ അടുക്കൽ വന്നപ്പോൾ അവരുടെ അടുത്ത് ചുമരുമ്പോൾ ഒന്നുമില്ല, ഒരു സാധനമില്ല. അപ്പോൾ രാജാവ് നിങ്ങൾ എന്താ ഒന്നും വരച്ചിട്ടില്ല ഇതുവരെ വെച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു കർട്ടൻ മാറ്റണം എന്ന് പറഞ്ഞു. കർട്ടൻ മാറ്റിയപ്പോൾ റോമക്കാർ വരച്ച അതേ ചിത്രം അതിനേക്കാളും മനോഹരമായി ഇവരുടെ ചുമരിൽ പ്രതിബിംബിക്കുന്നു. അപ്പോൾ ഇവർ ഈ ചുമരിനെ ശുദ്ധീകരിക്കുകയായിരുന്നു, വൃത്തിയാക്കുകയായിരുന്നു, പളുങ്ക് സമാനമാക്കുകയായിരുന്നു, അതിനെ ഉരച്ച് ശരിയാക്കുകയായിരുന്നു. അതൊരു തത്ഹീറാണ്, ശുദ്ധീകരണ പ്രക്രിയയാണ്. അപ്പോൾ അവിടെയാണ് 4ാമത്തെ പ്രക്രിയ വരിക. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അയാൾ ഹൃദയത്തിന് കറ പിടിക്കും. ഈ ഹൃദയത്തിൻ്റെ കറകൾ എങ്ങനെയാണ് ശുദ്ധീകരിക്കാൻ പറ്റുക? അപ്പോൾ ഉളൂഇൻ്റെ അത്തരം ഒരുപാട് മറാത്തിബുകളുണ്ട്. അങ്ങനെ ഉളൂഇനെ കാണുമ്പോൾ അപ്പം അല്ലാഹുമ്മ ജഅൽ മാ തഹൂറ, പടച്ചോനെ നീ ഈ വെള്ളത്തെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞത് കഴിഞ്ഞ് ആകാശത്തിലേക്ക് കൈ ഉയർത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ഒരു നിസ്കാരം ഉളൂഇൻ്റെ ശേഷമുള്ള ദുആ ചെയ്ത് അതൊരു പ്രക്രിയയായിട്ട് തന്നെ കണ്ട്, അതൊരു ഇബാദത്തായി കണ്ട് ഈ ചിന്തകളും കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഉളൂഇൻ്റെ ശുദ്ധിയുള്ള വെള്ളം കണ്ട് ശരീരം, മുഖം ശരിക്ക് കഴുകിയിട്ടുണ്ട്, കൈ ശരിക്ക് കഴുകിയിട്ടുണ്ട്, വെള്ളം എല്ലായിടത്തും എത്തിയിട്ടുണ്ട്, ഉരച്ച് കഴുകിയിട്ടുണ്ട്, ചളികളൊക്കെ പോയിട്ടുണ്ട്, ചേറുകൾ പോയിട്ടുണ്ട്, അതിനു മുമ്പ് ഉളൂ എടുത്തപ്പോൾ വൃത്തിയായിട്ട് ഇസ്തിൻജാ ചെയ്തിട്ടുണ്ട്, മൂത്രം പൂർണ്ണമായിട്ടും ഉറ്റി വരുന്നവരെ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു തുള്ളി ഇറ്റിയാൽ പോലും മനുഷ്യന് മണക്കും. ആ ഒരു ഭൗതികമായ മണം മാത്രമല്ല, അത് ഉളൂഇനെ മനോഹരമാക്കുന്നു, ഉളൂഇനെ അത് ഇതായിരുന്നു. കുളി അതിനെ പോലെ തന്നെ ഒരു സംഗതിയാണ്. കുളി എന്നുള്ളത് ഒരു വിഭാഗത്താണ്, പ്രത്യേകിച്ചും ഹദത്തിൻ്റെ കുളി, വലിയ ശുദ്ധിക്കാരനായ ലൈംഗിക ബന്ധത്തിന് ശേഷമൊക്കെ ഉള്ള ആ ഒരു കുളിൻ്റെ ഇതിനെക്കുറിച്ച്. അപ്പോൾ അതൊരു ഇബാദത്താണ്. ആ ഇബാദത്തിന് ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണം, ഉളൂഇൻ്റെ ആ ഒരു മഹത്വം ഉൾക്കൊള്ളാൻ കഴിയണം. അപ്പോഴാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഒരു ഉളൂ എല്ലാം ശുദ്ധീകരിക്കുന്ന മനുഷ്യനെ വലിയ തരത്തിലേക്ക് ഉയർത്തുന്ന സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും തുറക്കപ്പെടുന്ന ഒരു സംഗതിയാകുന്നത്. അങ്ങനെ ഉളൂ എടുക്കാനും ഉളൂവിനെ മനസ്സിലാക്കാനും അതൊരു തഹൂർ ഷത്റുൽ ഈമാൻ, എങ്ങനെയാണ് ഇത് ഈമാനിൻ്റെ ഷത്റാകുന്നത്, എങ്ങനെയാണ് ഈമാനിൻ്റെ പകുതിയായിട്ട് നമുക്ക് ഉളൂവിനെ കാണാൻ കഴിയുന്നത് എന്ന ആ ഒരു അർത്ഥത്തിൽ അതിനെ ഉൾക്കൊള്ളാനും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.